ഇതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കണം. ഒറ്റയ്ക്കായിരിക്കണം. സമാധാനത്തോടെ എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്ന് ഒരു പക്ഷേ കിടക്കുന്നതിന് മുമ്പെങ്കിലും ഒരു 5 മിനിറ്റ് കിട്ടില്ലേ, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് മിഴി പൂട്ടി കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് വെച്ച് ധ്യാനപൂർവം ഇരിക്കണം. നമ്മളിലെ ശൂന്യതയുടെ അനുഭവത്തെ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവേ വരണമേ, താ റുഹാദ കുദിശ, കം ഹോളി സ്പിരിറ്റ്. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ ചിരിച്ചു കാണിക്കുന്നു. എല്ലാം ഉള്ളപ്പോഴും ഡീപ്പ് ഇൻസൈഡ് നമ്മൾ അനുഭവിക്കുന്ന ഒരു ശൂന്യതയില്ലേ. വീടുണ്ട്, കാറുണ്ട്, പണമുണ്ട്, ജോലിയുണ്ട്, മൊബൈലുണ്ട്, സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, ഉല്ലാസങ്ങൾ ഒത്തിരി ഉണ്ട്, ഷോപ്പിംഗ് നടക്കുന്നുണ്ട്, ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ഒരു ശൂന്യത, ഒരു തികയാത്ത അനുഭവം, എവിടെയോ ഒഴിഞ്ഞു കിടക്കുന്ന ഒരിടം. ആ ഇടം നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. സോൾ വാസ് ക്രിയേറ്റഡ് നോട്ട് ജസ്റ്റ് ടു സർവൈവ്. മനുഷ്യാത്മാവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിലനിൽക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് മനുഷ്യാത്മാവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താൽ നിറയപ്പെടാനാണ്. ഹ്യൂമൻ സോൾ ഇസ് ക്രിയേറ്റഡ് സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് ഗോഡ്. അപ്പോൾ ദൈവം നിറയാതെ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറയാതെ വരുമ്പോൾ ആത്മാവ് പിടയ്ക്കുന്ന അനുഭവമാണ് നമ്മുടെ ശൂന്യതയെന്ന് നമ്മളിനി എന്നാണ് തിരിച്ചറിയുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്ന ഒരു അധിക അനുഗ്രഹം, ഒരു എക്സ്ട്രാ ബ്ലെസ്സിങ് ആയിട്ട് മനസ്സിലാക്കിയാൽ പോരാ. അങ്ങനെ മനസ്സിലാക്കുന്നതാണെന്ന് തോന്നുന്നു നമുക്ക് പറ്റുന്ന തെറ്റ്. പരിശുദ്ധാത്മാവ് ആത്മാവിൻ്റെ ശ്വാസമാണ്. ശ്വാസം നിലയ്ക്കുമ്പോൾ ആത്മാവ് പിടയുന്നതാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ശൂന്യത. ആത്മാവ് പിടയുകയാണ്. ആ പിടച്ചില് തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ഒന്നിനും ശമിപ്പിക്കാൻ പറ്റാത്തൊരു ദാഹം, ഒന്നിനും അടക്കാൻ പറ്റാത്തൊരു വിശപ്പ് നിന്നിലുണ്ടെങ്കിൽ അത് ആ ശൂന്യതയാണെന്ന്, ആ ശൂന്യതയെ പരിശുദ്ധാത്മാവ് കൊണ്ടാണ് നിറയ്ക്കേണ്ടതെന്ന് നമുക്കൊരുമിച്ച് തിരിച്ചറിയാം. ഇത്തരമൊരു ശൂന്യതയെ ശിക്ഷയായിട്ട് മനസ്സിലാക്കരുത്. കർത്താവിലേക്കുള്ള ക്ഷണമാണ് ആ ശൂന്യത. ആ ശൂന്യതയിൽ നീ നിറയ്ക്കാൻ ശ്രമിച്ചതൊന്നും കാര്യമുള്ളതല്ലെന്നും അതെല്ലാം പാഴ്ശ്രമങ്ങളാണെന്നും തിരിച്ചറിയാൻ ആ ശൂന്യതയുടെ അനുഭവം കർത്താവ് വീണ്ടും തരും. കാരണം ആ ശൂന്യതയാണ് കർത്താവിലേക്കുള്ള നിന്റെ ദാഹത്തെ നിന്നിൽ ഉണർത്തുന്നത്.